കിഫ്ബിയുടെ സിഇഒയ്ക്ക് പെൻഷനും ശമ്പളവുമായി സംസ്ഥാന സർക്കാർ നൽകുന്നത് 5 ലക്ഷം രൂപയോളമാണ്. എന്നാൽ ഇതുമാത്രം കൊണ്ട് കെ.എം. എബ്രഹാമിന് തൃപ്തി വരുന്നില്ല. മുത്തൂറ്റ് ക്യാപിറ്റൽ സർവീസ് ലിമിറ്റഡ് നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടറായും കെ.എം. എബ്രഹാം പ്രവർത്തിക്കുകയാണ്. ഇതിനെ പ്രതിപക്ഷം ചോദ്യം ചെയ്യുമ്പോൾ സർക്കാരും സ്വകാര്യ പണമിടപാട് കമ്പനിയിലെ എബ്രഹാമിന്റെ ഉന്നത പദവിയെ ന്യായീകരിക്കുകയാണ്. നിയമപരമായി പ്രശ്നമൊന്നുമില്ലെന്ന് പറയുമ്പോൾ അഴിമതിയുടെ മണം സജീവമാക്കുന്നതാണ് എബ്രഹാമിന്റെ മുത്തൂറ്റിലെ പദവിയെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. കിഫ്ബിയുടെ സിഇഒ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിന്റെ ഡയറക്ടറായതിനെ പറ്റി ധനമന്ത്രി വിശദീകരിക്കണമെന്ന് കെ.എം. മാണി ഇന്നലെ ആവശ്യപ്പെട്ടിരുന്നു. കിഫ്ബിയുടെ കണക്കുകൾ പട്ടത്തുള്ള ചാർട്ടേഡ് അക്കൗണ്ടന്റാണ് ഓഡിറ്റ് ചെയ്യുന്നത്. ഇതിന് മാറ്റം വരണമെന്നും മാണി ആവശ്യപ്പെട്ടു. ഇതോടെയാണ് ഈ വിഷയം നിയമസഭയുടെ മുന്നിലെത്തിയത്. അപ്പോഴും മുത്തൂറ്റ് എന്ന വാക്ക് ചർച്ചയായിരുന്നില്ല. എന്നാൽ ബജറ്റ് ചർച്ചയിൽ അൻവർ സാദത്ത് മടി കൂടാതെ മുത്തൂറ്റിന്റെ പേര് സഭയിൽ ചർച്ചയാക്കി. വിഷയത്തിൽ എബ്രഹാമിനെ പ്രതിരോധിക്കാൻ ധനമന്ത്രി തോമസ് ഐസക് രംഗത്തെത്തുകയും ചെയ്തു. നിയമപ്രകാരം തെറ്റില്ലെന്നാണ് ധനമന്ത്രിയുടെ വിശദീകരണം. എന്നാൽ ഇതിൽ ധാർമ്മികത കടന്നുവരുന്നതായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വിശദീകരിക്കുകയും ചെയ്തു. ബജറ്റ് ചർച്ചയിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ പ്രതിപക്ഷം ആയുധമാക്കുന്നത് എബ്രഹാമിന്റെ മുത്തൂറ്റ് ബന്ധമാണ്. 50,000 കോടിയുടെ പ്രോജക്റ്റ് കൈകാര്യം ചെയ്യുന്ന സിഇഒ ബ്ലേഡ് കമ്പനിയിൽ സ്ഥാനം വഹിക്കുന്നത് നിയമവിരുദ്ധമാണെന്നായിരുന്നു അൻവർ സാദത്തിന്റെ വാദം. എന്നാൽ നിയമപ്രശ്നമൊന്നുമില്ലെന്നും IASൽ നിന്ന് വിരമിക്കുന്നവർക്ക് ഏത് ഉത്തരവാദിത്വവും ഏറ്റെടുക്കാമെന്നും ധനമന്ത്രി വിശദീകരിച്ചു. കിഫ്ബിയിലെ തുകയൊന്നും മുത്തൂറ്റിൽ ഇതുവരെ നിക്ഷേപിച്ചിട്ടില്ലെന്നും കൂട്ടിച്ചേർത്തു. ഇതോടെയാണ് ഇതിലെ ധാർമ്മികത ചർച്ചയാക്കി പ്രതിപക്ഷ നേതാവ് എത്തിയത്. നിയമപ്രശ്നമില്ലെങ്കിലും ഇതിൽ ധാർമ്മികതയെക്കുറിച്ച് എബ്രഹാമും തോമസ് ഐസക്കും ചിന്തിക്കണമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യം. മുത്തൂറ്റ് ക്യാപിറ്റൽ സർവീസ് ലിമിറ്റഡ് നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടറായാണ് മുൻ ചീഫ് സെക്രട്ടറിയും സെബി മുൻ അംഗവുമായ കെ.എം. എബ്രഹാം നിയമിതനായത്. ഇതാണ് പുതിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുന്നത്. 5 കൊല്ലം കൊണ്ട് 50,000 കോടിയുടെ പദ്ധതികളാണ് കിഫ്ബി നടപ്പാക്കുന്നത്. ഇതിലെ തലവനാണ് കെ.എം. എബ്രഹാം. ഇതെല്ലാം കണക്കിലെടുത്താണ് എബ്രഹാമിന് ലക്ഷങ്ങൾ സംസ്ഥാന സർക്കാർ പെൻഷനും ശമ്പളവുമായി നൽകുന്നത്. ഇത് വാങ്ങിയാണ് മറ്റൊരു പണിയും എബ്രഹാം ചെയ്യുന്നതെന്നതാണ് വിമർശനങ്ങൾക്ക് കാരണമായി തീർന്നത്. എന്നാൽ കിഫ്ബിയിലെ പണമൊന്നും മുത്തൂറ്റിൽ നിക്ഷേപിച്ചിട്ടില്ലെന്നും അതുകൊണ്ട് പ്രശ്നമില്ലെന്നും തോമസ് ഐസക് പറയുന്നു. 1 റാങ്ക് 1 പെൻഷൻ പ്രകാരം ചീഫ് സെക്രട്ടറി റാങ്കിലുള്ളവർക്ക് 1.25 ലക്ഷത്തോളം പെൻഷൻ കിട്ടും. സർക്കാർ സർവീസിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവർക്ക് ഇത് കഴിഞ്ഞുള്ള തുക പെൻഷനായും കിട്ടും. അതായത് ചീഫ് സെക്രട്ടറിയുടെ ശമ്പളം 2.5 ലക്ഷത്തോളം രൂപയാണ്. ഈ തുക മാത്രമേ സർക്കാർ സർവീസിലുള്ളവർക്ക് പെൻഷനും ശമ്പളവുമായി കിട്ടൂ. എന്നാൽ കെ.എം. എബ്രഹാം ഇവിടെയും ഭാഗ്യവാനാണ്. അദ്ദേഹത്തിന് പെൻഷന് പുറമെ ശമ്പളവും കിട്ടും. കേരളം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ഇത്തരത്തിലുള്ള ധൂർത്ത് അവസാനിപ്പിക്കണമെന്ന ആവശ്യമാണ് പ്രളയകാലത്ത് ഉയർന്നത്. ചീഫ് സെക്രട്ടറിക്ക് മുകളിൽ കെ.എം. എബ്രഹാം ശമ്പളം വാങ്ങുന്നുവെന്നതാണ് വസ്തുത. 2017 ഡിസംബർ 30-നാണ് കെ.എം. എബ്രഹാമിനെ കിഫ്ബിയുടെ തലവനാക്കുന്നത്. 3 കൊല്ലത്തേക്കായിരുന്നു നിയമനം. പ്രതിമാസം 2.75 ലക്ഷം രൂപയാണ് ശമ്പളമായി നൽകുന്നത്. എല്ലാ വർഷവും 10% കൂടുകയും ചെയ്യും. ഇതിനു പുറമെ മൊബൈൽ ഫോണിനും ലാൻഡ് ഫോണിനും ചെലവാകുന്ന തുകയും നൽകും. കമ്പ്യൂട്ടറും പരിധിയില്ലാത്ത ഇന്റർനെറ്റും നൽകുമെന്നും നിയമന ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. അതായത് ഏതാണ്ട് 3 ലക്ഷം രൂപ മാസം കെ.എം. എബ്രഹാമിന് മാറ്റിവെക്കുന്നു. ഇതിനൊപ്പം പെൻഷനായ 1.25 ലക്ഷവും കിട്ടും. അതായത് കെ.എം. എബ്രഹാമിന്റെ മാസവരുമാനം 4.25 ലക്ഷം രൂപയാണ്. ചീഫ് സെക്രട്ടറിയേക്കാൾ കൂടുതൽ. ഇത്തരത്തിലൊരു ഉദ്യോഗസ്ഥനാണ് മുത്തൂറ്റ് ഗ്രൂപ്പിന് വേണ്ടിയും പ്രവർത്തിക്കുന്നത്. ഈ വിഷയമാണ് നിയമസഭയിൽ പ്രതിപക്ഷം ചർച്ചയാക്കിയത്. കെ.എം. എബ്രഹാം സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയിൽ മുഴുവൻ സമയ അംഗമായിരിക്കെ നിരവധി ഗൂഢപ്രവർത്തനങ്ങൾ നടത്തിയിരുന്നതായി സുപ്രീം കോടതി നിരീക്ഷിച്ചിരുന്നു. സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അഥവാ സെബിയിലെ മുഴുവൻ സമയ അംഗമായിരുന്നപ്പോഴുള്ള എബ്രഹാമിന്റെ പ്രവർത്തനങ്ങൾ ഗൂഢലക്ഷ്യത്തോടെയുള്ളതാണെന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം. UPA സർക്കാരിന്റെ കാലത്ത് സെബി ചെയർമാനായി കെ.എം. എബ്രഹാമിനെ പരിഗണിച്ചിരുന്നു. എന്നാൽ UK സിൻഹയ്ക്കാണ് പദവി ലഭിച്ചത്. തുടർന്ന് സിൻഹയെ നീക്കണമെന്നാവശ്യപ്പെട്ട് അരുൺ കുമാർ അഗർവാൾ എന്നയാൾ സുപ്രീം കോടതിയിൽ ഹർജി നൽകി. ഹർജിക്കാരൻ കെ.എം. എബ്രഹാമിന് വേണ്ടി UK സിൻഹയ്ക്കെതിരെ നിരവധി ആരോപണങ്ങൾ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. എന്നാൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധി പ്രസ്താവം എബ്രഹാമിനെ രൂക്ഷമായി വിമർശിക്കുന്നതായിരുന്നു. ന്യൂസ് ഡെസ്ക് മറുനാടൻ TV.